ധന്യ പ്രീത, ബംഗ്ലാദേശിലെ ഇടക്കാല മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഇപ്പം എന്താണ്, ഹസീനയെ പിന്തുണയ്ക്കുകയാണോ? അദ്ദേഹം ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസീനയെ പുറത്താക്കൽ, ഹസീനയെ രാജ്യം വിട്ടു പോകാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ അമേരിക്കയാണ്. കാരണം ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ, കടുത്ത രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ അവിടെ ഈ പുറത്താക്കലും ഹസീന പലായനം ചെയ്യേണ്ടിയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായിട്ട് പ്രവർത്തിച്ചത് അമേരിക്കയാണെന്ന് ഇപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ് പറയാണ്. അല്ല, അതില്ല, പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. നേരത്തെ തന്നെ അതെല്ലാവരും പറയുമായിരുന്നു, ഇത് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ, അതായത് സംവരണത്തെ ചൊല്ലി ഉണ്ടായ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭമായിട്ടായിരുന്നു ഇത് തുടക്കമെങ്കിലും അത് പോവെ അത് അവരുടെ കയ്യിൽ, വിദ്യാർത്ഥികളിൽ നിന്ന് മാറി അതൊരു തീവ്രവാദ തലത്തിലേക്ക് അതങ്ങ് ഉയർന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാലും പലവിധ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അത് അമേരിക്കയാണോ അതിന് പിന്നിൽ, അതോ ചൈനയാണോ അതിന് പിന്നിൽ, തന്നെ ആരോപണം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവിടുത്തെ നേതാവ് തന്നെ അത്തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് പറയാതെയാണെങ്കിലും പറഞ്ഞിരിക്കുകയാണ്. അല്ല, അത് പറഞ്ഞത് എങ്ങനെയാണ് ഉള്ളത് നമുക്കിപ്പോൾ ആ വാർത്തകൾ, റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമല്ല പുള്ളി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് ന്യൂയോർക്കിലെ ക്ലിന്റൺ ഗ്ലോബൽ ഇനിഷ്യേറ്റീവിന്റെ ഒരു വാർഷിക യോഗത്തിൽ സംസാരിക്കവെയാണ്, അമേരിക്കൻ പ്രതിനിധിയോടൊപ്പം ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ഈ ഒരു 3 പേരെ അദ്ദേഹം തെരഞ്ഞെടുത്ത് പറഞ്ഞത് ഇവരാണ് അതിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായി ഉണ്ടായ ഒരു ആക്രമണമോ പ്രക്ഷോഭമോ ഒന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ലോകത്തിന് മുന്നിൽ വ്യക്തികളെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇവരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നതിലൂടെ ഈ മുഹമ്മദ് യൂനിസ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. മാധ്യമങ്ങളെല്ലാം അമേരിക്കയുടെ മേൽ ചാരിയിരുന്നു ഇതിൻ്റെ പിന്നിൽ അമേരിക്കയാണ് എന്നത്. അപ്പോൾ ഈ മുഹമ്മദ് യൂനിസും അമേരിക്കയോട് പറയാതെ പറയുകയാണോ, ഇവർ അങ്ങനെയാണ് നമുക്കത് കേൾക്കുമ്പോൾ തോന്നുന്നത്, ഇവരെ ഉപയോഗിച്ച് ആ രാജ്യത്ത് കലാപം സൃഷ്ടിച്ച് ഷെയ്ഖ് ഹസീനയെ നിഷ്കാസിതയാക്കാൻ, ഇല്ലാതാക്കാൻ ശ്രമിച്ചത് അമേരിക്കയാണോ എന്ന് തന്നെയാണോ അദ്ദേഹവും പറയുന്നത്? ആസൂത്രിതമായാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും നല്ല സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സൗഹൃദ രാജ്യമാണ് ബംഗ്ലാദേശെങ്കിലും ഷെയ്ഖ് ഹസീനയോടുള്ള സ്നേഹം ബംഗ്ലാദേശിലെ മറ്റ് ജനങ്ങളോടോ അവിടുത്തെ പാർട്ടികളോടോ ഇന്ത്യക്കില്ല. ഇന്ത്യ അത് പലപ്പോഴും നിലപാട് വ്യക്തമാക്കി. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിനോടൊന്നും ഇന്ത്യക്ക് താല്പര്യമില്ല. അപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യ സംരക്ഷിക്കും. അതിന് ഷെയ്ഖ് ഹസീന എത്ര കാലം ഇന്ത്യയിൽ നിന്നാലും ആ കാലം അത്രയും ഷെയ്ഖ് ഹസീന ഇന്ത്യ സംരക്ഷിക്കും. പക്ഷേ യൂനസ് ഇപ്പോൾ അമേരിക്കക്കെതിരെ, യൂനസ് ആദ്യം മുഖ്യ ഉപദേഷ്ടാവായി വന്ന സമയത്ത് യൂനസിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പൂർണ്ണ പിന്തുണ ഞങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞ് യൂനസിനെ വരവേറ്റവരാണ് അമേരിക്ക. അമേരിക്കയുടെ ഒരു പാവയാണ് യൂനസ്. അതെ, അമേരിക്കയുടെ പാവയാണ് യൂനസ് എന്നും ചൈനയ്ക്ക് ഇതിന്റെ പിന്നിലുണ്ടെന്നും അമേരിക്ക പണം ഒഴുക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ അവിടെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭവും കലാപവും ഉണ്ടാക്കിയത്. ഇപ്പോൾ സൈനിക മേധാവികൾ തന്നെ, ഏറ്റവും അടുത്ത സുഹൃത്തായ സൈനിക മേധാവി തന്നെയാണ് ഹസീനയ്ക്കെതിരെ തിരിഞ്ഞത്. നമ്മൾ കണ്ടത് 45 മിനിറ്റ് സമയം തരാം, ഇവിടെ ഈ രാജ്യം വിട്ട് പോകൂ എന്ന് പറഞ്ഞത്. അമേരിക്ക ഇന്ത്യയുടെയും ഏറ്റവും അടുത്ത സുഹൃത്താണ്. പക്ഷേ ഹസീനയെ പുറത്താക്കിയത് അമേരിക്കയാണ് എന്നുള്ളതിൻ്റെ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് യൂനസ് 3 പേരെ സ്റ്റേജിലേക്ക് വിളിച്ച്, 2 യുവാക്കളെയും ഒരു യുവതിയും സ്റ്റേജിലേക്ക് വിളിച്ചു നിർത്തി ഇവരാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകർ എന്ന് പറയുമ്പോൾ യൂനസ് വ്യക്തമാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവർക്ക് പിന്നിൽ ആരാണ്? ഇവർ മുഖ്യ ആസൂത്രകരാണ്. ഇവർ ആരുടെ കളിപ്പാവകളായാണ് പ്രവർത്തിച്ചത് എന്ന് പറയാതെ പറയണമായിരുന്നു. പക്ഷേ ഇവർ ആസൂത്രിതരാണ് എന്നതിനപ്പുറം ആസൂത്രിതമായാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് എന്ന് കൃത്യമായി യൂനസ് പറയുന്നുണ്ട്. മാത്രമല്ല അമേരിക്കയെ കൂടി മുന്നിൽ ഇരുത്തിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അവിടെ പാകിസ്ഥാന് പ്രതിനിധികളില്ല, ചൈനയുടെ പ്രതിനിധികളില്ല, ഉണ്ടായിരുന്നത് അമേരിക്കൻ പ്രതിനിധിയാണ്. അപ്പൊ അമേരിക്കൻ പ്രതിനിധിയെ മുന്നിലിരുത്തിക്കൊണ്ട് യൂനസ് ഇത് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം ഇതിന്റെ അമേരിക്കൻ മുൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റൺ ആണ്. അദ്ദേഹവുമായിട്ട് ഈ മുഹമ്മദ് യൂനിസിന് വളരെ ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് ചിന്തിക്കാം യൂനസ് ആരെ മുൻനിർത്തിക്കൊണ്ടാണ് ഷെയ്ഖ് ഹസീനെ പുറത്താക്കാനായി ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്, ഇതിന്റെ പിന്നിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ആരൊക്കെ പണം ചിലവാക്കിയിട്ടുണ്ട്. കാരണം ഇന്ത്യ അവിടെ നിന്ന് മാറിയാൽ മാത്രമേ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സാമ്പത്തികമായ കാര്യങ്ങളായാലും വാണിജ്യപരമായ കാര്യങ്ങൾ, ചൈനയ്ക്ക് അതിൽ ബംഗ്ലാദേശിൽ ഒരു കണ്ണുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ഇടനാഴികളിലൂടെയുള്ള
വാണിജ്യപരമായ ഇടപെടലുകൾ ഇന്ത്യയുടെ ബംഗ്ലാദേശിന്റെ അതിർത്തി വഴിയാണ്. അപ്പോൾ അത് ഇന്ത്യയുടെ ഇടപെടൽ ഉണ്ടായാൽ ചൈനയ്ക്ക് അത് എളുപ്പം സാധ്യമാകില്ല. അപ്പോൾ അവിടെ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തണം. അതിന് ഷെയ്ഖ് ഹസീന മാറിയാൽ മാത്രമേ ഈ ഇന്ത്യക്ക് ആഭിമുഖ്യമില്ലാത്ത അല്ലെങ്കിൽ ഇന്ത്യക്ക് പ്രാതിനിധ്യം കൊടുക്കാത്ത ഒരു സർക്കാർ അവിടെ വന്നാൽ മാത്രമേ ഇന്ത്യയെ മാറ്റി നിർത്താൻ സാധിക്കൂ. അതിനുശേഷം അമേരിക്കയ്ക്കും അത്തരത്തിലുള്ള പല നേട്ടങ്ങളും ലക്ഷ്യങ്ങളും ബംഗ്ലാദേശിലുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും കണ്ണുവെക്കുന്നതാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. മാത്രമല്ല ജമാഅത്ത് ഇസ്ലാം കൂടി അവിടെ ഭരിക്കുമ്പോൾ പാകിസ്ഥാൻ അത് ഏറ്റവും സൗകര്യപൂർണമായ ഒരു രാജ്യമായി മാറുകയും ചെയ്തു. ഇതിനിടയ്ക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ഒരു ടൈപ്പ് ഉണ്ടാകാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അപ്പോൾ ഇതിന്റെയൊക്കെ മുന്നോടിയായി അമേരിക്കയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത്, പ്രവർത്തിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിന് പിന്നിൽ അമേരിക്ക ഉണ്ട് എങ്കിൽ അതിൽ ഇന്ത്യ ഇടപെടാതിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ത്യ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഇടപെടും. അതിന് ഏത് തരത്തിലായിരിക്കും. ഇപ്പോൾ യൂനസ് മുഖ്യ ഉപദേഷ്ടാവായി വന്നപ്പോഴും ഒരു കണക്കിന് ഈ ആസൂത്രിതം എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രക്ഷോഭത്തെ, ആ പ്രക്ഷോഭത്തെ തുടർന്ന് അധികാരത്തിലേക്ക് വരേണ്ടി വന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ ആ പ്രക്ഷോഭത്തെ തന്നെ തള്ളിക്കളയുകയാണോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. കാരണം അതൊരു ജെനുവിനായിട്ട് ജനങ്ങൾ രോക്ഷത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു പ്രക്ഷോഭമല്ല, മറിച്ച് മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി നടന്നൊരു പ്രക്ഷോഭമാണ് എന്നാണ് പൊതുവെ പലരും വിലയിരുത്തുന്നത്. അല്ല ചേച്ചി, ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഈ പ്രക്ഷോഭം ഹസീനയെ പുറത്താക്കാൻ വേണ്ടി മാത്രം നടത്തിയ പ്രക്ഷോഭമാണെന്ന് ഇതിന് മുന്നേ വന്നതാണ്. ഈ കലാപങ്ങളൊക്കെ ഉണ്ടായത് അത് യൂനസ് പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ തന്നെ അറിയാം ഇത് ഹസീനയെ പുറത്താക്കാൻ വേണ്ടി ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന് ചരട് വലിക്കുന്ന ഒരു പ്രക്ഷോഭമാണ് ഇത് എന്നുള്ളത് എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ്. തിരിച്ചറിയേണ്ട ഒരു കാര്യമേ ഇനി ബാക്കിയുള്ളൂ. അതെ, മുഹമ്മദ് യൂനസ് ജമാഅത്തെ ഇസ്ലാമിയെ വെറുത്തിട്ടാണോ പറയുന്നത്, അവരോ കൂടെ ചേർന്ന് നിന്നിട്ട് തന്നെയാണോ പറയുന്നത്? കാരണം അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ജേതാവാണ്. അപ്പൊ നമ്മൾ മുന്നൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എത്രത്തോളം ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിൽക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് നമ്മളൊരു ആശങ്ക ഒരു ചർച്ചയിൽ പങ്കുവച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റപ്പെടുത്താനാണോ അതോ സ്വയം ഞാൻ അതിൽ ഇൻവോൾവ് അല്ല എന്ന് കാണിക്കാൻ? ജമാഅത്തെ ഇസ്ലാമിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് യൂനസ് അത്തരത്തിലൊരു നീക്കം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പറയാൻ പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഭീകരന്മാരെയൊക്കെ യൂനസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജയിലിൽ നിന്ന് തുറന്നു വിട്ടത്. അവരൊക്കെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ വാർത്തകൾ നമ്മൾ തന്നെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജമാഅത്തുമായി സഹകരിച്ചു പോകാൻ എനിക്ക് തോന്നുന്നില്ല യൂനസിന് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. യൂനസിന് അമേരിക്കയുമായി ചിലപ്പോൾ സഹകരിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. അല്ലെങ്കിൽ യൂനസ് ഇത് അല്ലെങ്കിൽ യൂനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധം തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം യൂനസിന്റെ മനസ്സിൽ ഉദിച്ചിട്ട് അത് നടപ്പിലാക്കുന്നതാണോ യൂനസ്? കാരണം അമേരിക്കൻ പ്രതിനിധിയെ തന്നെ മുന്നിൽ ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി 1980 മുതൽ ഈ പറയുന്ന നേതാവുമായിട്ട് ആ വേദിയിൽ ഉണ്ടായിരുന്ന ബിൽ ക്ലിന്റനുമായിട്ട് അദ്ദേഹത്തിന് നല്ല അടുത്ത ബന്ധമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വേദിയിൽ ഒരു നേതാവിനെ ഇരുത്തിക്കൊണ്ട് അമേരിക്കക്കെതിരെ തന്നെ ഇദ്ദേഹം നീങ്ങില്ല. പക്ഷെ അതിന് പിന്നിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അതിന് പിന്നിൽ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ശിഥിലം വീഴ്ത്താൻ വേണ്ടിയിട്ട് ഹസീനയെ മറ്റൊരു രാജ്യത്തിലേക്കും അവർക്ക് അനുമതി കൊടുക്കാതെ ഇരുന്നപ്പോഴും ഇന്ത്യ അവരെ സുരക്ഷിതമായി ഇന്ത്യയുടെ താവളത്തിൽ അവരുണ്ട്. ഇപ്പോഴും സൈനിക താവളത്തിൽ അവരുണ്ട്, സൈനികരുടെ സുരക്ഷയിൽ അവരുണ്ട് സേഫായിട്ട്. ഇപ്പോൾ ഈ അമേരിക്കയിലേക്ക് പ്രധാനമന്ത്രി പോയി, അതൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയതാണ്. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക. ഏറ്റവും സാമ്പത്തികമായി ഒക്കെ മുന്നിലുള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ദൃഢമായത് മോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ ബന്ധത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്താൻ യൂനസും പാകിസ്ഥാനും ജമാഅത്തും കൂടെ നടത്തുന്ന തന്ത്രമാണോ ഇതെന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. യൂനസ് ഇപ്പം ഹസീന തിരിച്ച് ബംഗ്ലാദേശിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല താനൊരു ഇലക്ഷൻ നേരിടാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം മാധ്യമത്തോട്. എന്തിനാണ് യൂനസ് ഹസീനയെ ബംഗ്ലാദേശിലേക്ക് വരാൻ പറയുന്നത്? ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണകൾ നേരിടണം, അല്ലാതെ ഒളിച്ചുപോയി ഇരിക്കാതെ
ഈ ബംഗ്ലാദേശിലേക്ക് വന്ന് ഈ വിഷയവുമായി ഈ കലാപവുമായി ബന്ധപ്പെട്ട കേസുകൾ ഹസീനയുടെ ചുമലിലുണ്ട്. അത് വിചാരണ നടത്തി അത് നേരിടാനാണ് വിളിക്കുന്നത്. ഒന്നിൽ അവർ തടങ്കലിലാവും, അതെ, വധിക്കപ്പെടും. അതുപോയിട്ട് ഇന്ത്യയിലിരുന്ന് ഒരു അക്ഷരം ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടരുത് എന്ന് താക്കീത് ഒരു 2 ആഴ്ചക്ക് മുൻപേ ഹസീനയ്ക്ക് യൂനസ് നൽകുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശ് ഒരിക്കൽ അഫ്ഗാനിസ്ഥാനായി മാറില്ല, ബംഗ്ലാദേശിനെ അഫ്ഗാനിസ്ഥാൻ ആക്കരുത് എന്ന് ഷെയ്ഖ് ഹസീന പറഞ്ഞപ്പോൾ ബംഗ്ലാദേശ് ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ ആവില്ല, ഇന്ത്യയിൽ ഇരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇന്ത്യയിൽ ഇരുന്നോളണം, ഒരു വാക്ക് മിണ്ടിയാൽ ഇങ്ങ് കൊണ്ടുവന്ന് വിചാരണ നേരിടേണ്ടി വരും, ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് ഒരു വാക്ക് മിണ്ടരുത് എന്നാണ് യൂനസ് പറഞ്ഞത്. ഇവിടെ യൂനസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീനെ പൂട്ടുക, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കുക. ഇതിനാണ് പിന്നെ യൂനസും ജമാഅത്തും പിന്നെ പാകിസ്ഥാനും ചൈനയും കൂടിയുണ്ട് തന്ത്രം മെനയുന്നത്. ആ തന്ത്രമാണ് ഇപ്പോൾ യൂനസിലൂടെ പുറത്തു വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.